ഞാനും എൻ്റെ മോനും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പോകുന്നതുകൊണ്ട് ആ ട്രിപ്പ് എവിടെ വരെ പോകുന്നൊന്നും അറിയത്തില്ല. ഇപ്പം നമ്മൾ മധുരയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാനും അച്ഛനും കൂടെ ഇന്ന് മധുരയ്ക്ക് പോവാണ്. കോട്ടയത്ത് നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. സ്ലീപ്പറിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 485 രൂപയാണ് ആയത്. എൻ്റെ മോൻ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ട്രിപ്പ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ യാത്ര ഒരു പ്രത്യേക വൈബാണെന്ന് ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ ഇതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് ആ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോരോ അറിവുകളും അവർക്ക് വലുതാകുമ്പോഴത്തേനും അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അങ്ങനെ അവനെ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പുറപ്പെടുവാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു കടയിൽ നിന്ന് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ച് ട്രെയിനിലിരുന്ന് ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ് ഗൈസ്. പിന്നെ ഓരോ സ്റ്റേഷനിലും നമുക്ക് ഓരോ രീതിയിലുള്ള ഒരു വൈബാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഞാൻ അവനോടെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് മാത്രം ഇങ്ങനെ ട്രാവൽ ചെയ്യാന്ന് പറയുന്നൊരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുക. എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ചിലപ്പോൾ നമുക്ക് എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ലെസ് കോസ്റ്റ്ലി അങ്ങനെ പോയിട്ട് വരാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഓരോ നിമിത്തം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവരും അങ്ങോട്ട് തന്നെ പോവുകയാണ് മധുരൈ. അതിനുശേഷം അവർ രാമേശ്വരത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവരെ പരിചയപ്പെട്ടു. അങ്ങനെ ട്രെയിൻ യാത്രയിൽ നമുക്ക് കുറേ ആളുകളെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എങ്ങനെയായാലും ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനൊന്നും പേടിക്കണ്ട. വീട് വിട്ടിറങ്ങുക, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, സേഫാണ്. കേരളത്തിനെക്കാട്ടിൽ കൂടുതൽ കേരം ഉള്ളത് തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാറ്റാടിപ്പാടാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നല്ലൊരു വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ച മനോഹരമാണ്. അല്ലെങ്കിൽ തന്നെ ഈ കോയമ്പത്തൂർ മധുരൈ കേരളത്തിൽ നിന്നുള്ള ഈ ഒരു റൂട്ട് വളരെ മനോഹരമായൊരു റൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ഇങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾ ട്രെയിനിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷേ അവർ ഞങ്ങൾക്ക് ചോറൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ദൂരമുണ്ട്. നമ്മൾ 8 മണി നമ്മൾ എത്തുള്ളൂ. ഞങ്ങൾ ബാബുച്ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് വളരെയധികം കൂട്ടായി. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ മധുരയിൽ ഇറങ്ങിയതിന് ശേഷം വൈകുന്നേരം, അതായത് രാത്രി തന്നെ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞിട്ട് നേരെ രാമേശ്വരത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ മധുരയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ booking.com ആണ് റൂം ബുക്ക് ചെയ്തത്. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തീരുമാനിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ, നിലവിലത്തെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു യാത്ര കൊണ്ട് വലിയ ലക്ഷ്യമൊന്നും ഇല്ലാതെയാണ് പോകുന്നതെങ്കിലും എല്ലാ സ്ഥലങ്ങളും കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഓരോരുത്തർ വരികയും ചെയ്യും. നമ്മുടെ ലക്ക് ആവാം, നമ്മളെ വഴികാട്ടി ആവാം, അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് രാമേശ്വരത്തേക്ക് പോകാനും ഒരു ടെൻഡൻസി ആയി. ഞങ്ങൾ പോകും, അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നേരെ അവിടെ ചെല്ലും. വെളുപ്പിന് അവരുടെ കാര്യങ്ങളൊക്കെ കഴിയും. അപ്പം ഞങ്ങളും വൈകുന്നേരം 20-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് ഞങ്ങളും അവിടെ എത്തും. അവരെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യും. ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. ഞങ്ങൾ കറക്റ്റ് ടൈമത്ത് തന്നെ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ. അതെ, വലിയ റെയിൽവേ സ്റ്റേഷൻ.
കണ്ടോ, മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഇതിൽ തന്നെ ഇതും വെച്ചേക്കുന്നുണ്ടോ? അയ്യോ, അത് ഭയങ്കര വലിയ ടെമ്പിളാണ്. അപ്പം ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 1.5-2 കിലോമീറ്ററാണ് ഞങ്ങളുടെ ഹോട്ടലുള്ള സ്ഥലത്തേക്കും അതേപോലെ തന്നെ ടെമ്പിളിലേക്കും പോകുന്നത്. ഹോട്ടലിൽ ശരിക്കും പറഞ്ഞാൽ ടെമ്പിളിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ റൂമാണ്. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ടെമ്പിൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ കൂടെ നോക്കി കഴിയുമ്പോഴത്തേനും ടെമ്പിൾ കാണാൻ പറ്റും. ഹോട്ടൽ അനക്സ് ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്. 1000 റുപ്പീസാണ് 1 നൈറ്റ് ഞങ്ങൾ പേ ചെയ്തത്. പിന്നെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നല്ല വൃത്തിയായിട്ട് നേരെ ടെമ്പിളിൻ്റെ രാത്രി വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നൈറ്റിലെ സ്ട്രീറ്റ് വ്യൂ എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു രസമുള്ളൊരു കാഴ്ചകളാണ്. ഇവിടെ ഫുൾ ആക്റ്റീവാണ്. ശരിക്കും സ്ട്രീറ്റ് എല്ലാം തന്നെ ഇപ്പം ടെമ്പിൾ ഇത്ര അടുത്തായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് നല്ല ആക്റ്റീവാണ്. ടെമ്പിള് നൈറ്റ് വ്യൂ വളരെയധികം മനോഹരമാണ്. അപ്പോൾ ഞാനും മാക്സിമം ജസ്റ്റ് ടെമ്പിൾ ഒക്കെ കണ്ടിട്ട് വന്നിട്ട് അവിടെ ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവനൊരു ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിക്കുവാണ്. അപ്പോൾ രാത്രിയിലത്തെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ കയറി. അക്സലും ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വാങ്ങിച്ചു. ബിരിയാണി ശരിക്കും വേറൊരു വെറൈറ്റി ടേസ്റ്റാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ദോശയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.